ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇന്ന് മുതൽ നമ്മൾ NCERT-ത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മുടെ കേരള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ NCERT-യിൽ നിന്ന് ചോദിക്കും എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഈ ഒരു വരുന്ന ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് കേരള സിലബസിന് വരാൻ ടൈപ്പ്, അതായത് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ. യെസ്, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് ഫസ്റ്റ് ചോദ്യം നോക്കാം അല്ലേ. യെസ്, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, എ സിസ്റ്റം ഹാസ് ടു ചാർജസ്. ഓക്കെ, ഇവിടെ ഒരു സിസ്റ്റം ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഡൈപോൾ എന്ന് പറയാം. എ സിസ്റ്റം ഹാസ് ടു ചാർജസ്. ഓക്കെ, പെൻ സൈസ് ഒന്ന് റെഡ്യൂസ്. ഓക്കെ, 8 മതി. ഓക്കെ, എ സിസ്റ്റം ഹാസ് ടു ചാർജസ് QA 2.5 into 10 raised to minus 7 coulomb and QB minus 2.5 into 10 raised to minus 7 coulomb. Located at the point 0, 0, minus 50 and B 0, 0, plus 50 respectively. What are the total charges and electric dipole moment of the system? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. രണ്ട് ചാർജസ് ഉണ്ട്. ഓക്കെ, രണ്ട് ചാർജസ് ഉണ്ട്. അതിന് ഒരു പ്രത്യേക തരം ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു പ്രത്യേക തരം ഡിസ്റ്റൻസ്. ഇത് ആദ്യത്തെ ചാർജ് QA, ഇത് QB എന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത് QA, ഇത് QB. ഓക്കെ, ഇനി ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 0, 0, മൈനസ് 15 പിന്നെ 0, 0, പ്ലസ് 15. ഓക്കെ, ഇനി 0, 0, ഓക്കെ, പ്ലസ് 15. വാട്ട് ആർ ദ ടോട്ടൽ ചാർജസ്? ടോട്ടൽ ചാർജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ചാർജും കൂടി കൂട്ടണ്ടേ. അപ്പോൾ QA പ്ലസ് QB എന്ന് കിട്ടില്ലേ. യെസ്, അപ്പോൾ ടോട്ടൽ ചാർജ് QA പ്ലസ് QB ആണ്. അതായത് നമ്മുടെ ഈ ഡൈപോളിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണുന്ന രണ്ട് ചാർജസ് മാത്രമാണ് ടോട്ടൽ ചാർജസ്. രണ്ടിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ടോട്ടൽ ചാർജ് കിട്ടും. അപ്പോൾ 2.5 ആദ്യത്തെ ചാർജ് 2.5 ഇൻറ്റു 10 raised to minus 7 പ്ലസ് മൈനസ് 2.5 ഇൻറ്റു 10 raised to minus 7. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോയി. ടോട്ടൽ ചാർജ് എത്രയും 0 കൂളംബ്. അപ്പോൾ ഇതിൽ ടോട്ടൽ ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ടോട്ടൽ ചാർജ് 0 എന്നായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഡൈപോൾ മൊമെന്റ് ആണ്. നമുക്ക് ഡൈപോൾ മൊമെന്റ് അറിയാം. P is equal to 2AQ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. 2A പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. 0, 0, മൈനസ് 15 0, 0, പ്ലസ് 15 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. 30 സെന്റിമീറ്റർ കൊടുക്കാം. ഓക്കെ, 30 സെന്റിമീറ്റർ ആയിരിക്കും. അത് നമ്മൾ മീറ്ററിലേക്ക് ആക്കാം. അപ്പോൾ 30 ഇൻറ്റു 10 raised to minus 2 ഇൻറ്റു 1 ഓഫ് ദി ചാർജസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 ഓഫ് ദി ചാർജസ്. അതായത് 2.5 ഇൻറ്റു 10 raised to minus 5 മൈനസ് 7. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.775 ഇൻറ്റു 10 raised to minus 7 കൂളം മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആദ്യത്തെ ഈ ഒരു 1.9 ഈ ഒരു എക്സസൈസ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോട്ടൽ ചാർജ് ചോദിച്ചു. ടോട്ടൽ ചാർജ് എത്രയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ചോദിച്ചത് ഡൈപോൾ മൊമെന്റ് ആയിരുന്നു. ഡൈപോൾ മൊമെന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് ഒരു NCERT-ന്റെ ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. Figure 1.33 shows the track of 3 charged particles in a uniform electrostatic field. Give the signs of the 3 charges. Which particle has the highest charge to mass ratio? Okay, ആദ്യം തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 3 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, 1, 2, 3. ഇവരൊക്കെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരിക. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അവിടെയാണ്. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ചാർജസ് ഉണ്ടല്ലോ. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്.
അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യണം, ഡിഫ്ലക്ട് ചെയ്യാൻ. ഓക്കെ, ഒരു പ്രത്യേക തരത്തിൽ ഡിഫ്ലക്ട് ചെയ്യാം. ഗീവ് ദ സൈൻസ് ഓഫ് ദ ത്രീ ചാർജസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പോസിറ്റീവിലേക്ക് ഒരു ചാർജ് പോണെങ്കിൽ അവൻ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവിലായിരിക്കും. നെഗറ്റീവ് ചാർജസ് ആൾവേസ് ഗോസ് ടു പോസിറ്റീവ്, പോസിറ്റീവ് ചാർജസ് ആൾവേസ് ഗോസ് ടു നെഗറ്റീവ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, 1ഉം 2ഉം ഈ രണ്ടാൾക്കാര് എങ്ങോട്ടാ പോണ്, പോസിറ്റീവിലേക്ക് അല്ലേ. പോസിറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാർ രണ്ടും എന്ത് ചാർജസ് ആണെന്ന് പറയാം, നെഗറ്റീവ് ചാർജസ് ആണെന്ന് പറയാം അല്ലെ. ഈ 3 എടുത്തു കഴിഞ്ഞാലോ, 3 എടുത്തു കഴിഞ്ഞാൽ ഇവൻ മാത്രം നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് ആണ് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. ശരി, ഇനി നമുക്ക് നോക്കാം, വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം നമുക്ക് ഒരു പ്രത്യേകതരം രീതിയിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ. നമുക്കറിയാം, ഈ ഒരു ചാർജുകളുടെ മൂവ്മെന്റ് പറഞ്ഞ ഒരു ലീനിയർ മോഷൻ അല്ലേ, ഏകദേശം ഒരു ലീനിയർ മോഷൻ ആണ്. അപ്പോൾ നമുക്ക് ലീനിയർ മോഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് S is equal to ut plus half at square അല്ലേ. ഓക്കെ, ut plus half at square. ഇതില് നമുക്ക് ആൾക്കാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ചാർജ്, അതായത് ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന y ആക്സിസിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്ന y ആക്സിസിലാണ്. അപ്പോൾ y ആക്സിസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് y ആക്സിസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കുള്ള y ആക്സിസിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അതിനെ നമ്മൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട് y ന്, ജസ്റ്റ് y ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ y is equal to ut പറഞ്ഞ u പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അത് നമ്മൾ എന്തായിട്ട് എടുത്തു, 0 ആയിട്ട് എടുത്തു, നെഗ്ലക്ട് ചെയ്തു. അതായത് ഈ ചാർജസ് ഒക്കെ ഒരു പ്രത്യേക തരം റെസ്റ്റ് സ്റ്റേറ്റിൽ നിന്നാണ് എന്ത് ചെയ്യണം, പിന്നെ മൂവ് ചെയ്യണം നമുക്ക് പറയാം. അപ്പോൾ 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ പറഞ്ഞ ആക്സിലറേഷൻ. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma ആണ് അല്ലെ. നമുക്ക് ഈ ചാർജ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ചാർജ് പാർട്ടിക്കിളിന്റെ നമുക്ക് ഫോഴ്സ് അറിയാം. ചാർജ് പാർട്ടിക്കിളിന്റെ ഒരു യൂണിഫോം മോഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫോഴ്സ് ആണ് Q ഇൻറ്റു വി എന്ന് പറയാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് Q ഇൻറ്റു വി. നമുക്കറിയാം F is equal to ma. അപ്പോ രണ്ടും F തന്നെയല്ലേ. അപ്പൊ Q E M E നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ നമുക്ക് കിട്ടും Q E is equal to ma. അപ്പൊ ഇതിന് A എത്ര കിട്ടും, A is equal to Q E by m. അപ്പോ എന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, Q E by m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Q E by m ഇൻറ്റു ടി സ്ക്വയർ തന്നെ വെച്ചു. ഇനി നമ്മൾ ഇതിനൊക്കെ കോൺസ്റ്റന്റ് ആരാ നോക്കി. ഈ ഒരു ഇക്വേഷനിൽ കോൺസ്റ്റന്റ്സ് ആരൊക്കെയാണ്? ഇക്വേഷനിൽ 0 കോൺസ്റ്റന്റ്, ഹാഫ് കോൺസ്റ്റന്റ്, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ്, ടൈമും കോൺസ്റ്റന്റ്. ഇവന്മാരൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് Q by m ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പെട്ടിയിലാക്കി വെച്ചു. ഇനി നമുക്ക് പറഞ്ഞുകൂടെ ഇതിൽ ആരാണ് കൂടുതൽ ചാർജ് ടു മാസ് റേഷ്യോ ഉള്ളത്? അതായത് y ഡയറക്ഷനിൽ എത്രത്തോളം അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്നുവോ അത്രത്തോളം ആ ഒരു ചാർജ് പാർട്ടിക്കിളിന് എന്തുണ്ട്, ചാർജ് ടു മാസ് റേഷ്യോ കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോയും കൂടും. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ആർക്കാ ഉള്ളത്, ഇതിൽ 3 ഉള്ളത്. അപ്പൊ 3 കൂടുതൽ എന്ത്, ചാർജ് ടു മാസ് റേഷ്യോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ 3 ഹാസ് മോർ Q by m റേഷ്യോ. ഇത്ര ഇത് ചോദിക്കാം ചോദിക്കാതിരിക്കാം, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ബോർഡ് എക്സാമിന് കൗതുകം കൂടുതൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി എഴുതാനും. അത് ഇത്രേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിലുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി അടുത്ത ഇതേപോലെ ഒരു ചോദ്യമാണ്. An oil drop of 12 excess electrons is held stationary under a constant electric field
of 2.55 into 10 raised to 4 Newton per coulomb. In Millikan's oil drop experiment, the density of the oil is 1.6 gram centimeter per gram per centimeter cube. Estimate the radius of the drop. G തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഓയിൽ ഡ്രോപ്പ് ഉണ്ട്, സ്പിയർ ആണല്ലോ അല്ലെ, ഒരു ഓയിൽ ഡ്രോപ്പ് ഉണ്ട്, അതിനെ സ്റ്റേഷനറി ആയി നിർത്തിയിരിക്കണം, അതായത് ഒരു ഭാഗത്ത് തന്നെ നിർത്തിയിരിക്കണം. ഒരു ഒബ്ജക്റ്റ് നമുക്ക് സ്റ്റേഷനറി ആയി നിൽക്കണമെങ്കിൽ അതിന്റെ മുകളിലുള്ള ഫോഴ്സും പിന്നെ എം ജിയുടെ ഫോഴ്സും ഈക്വൽ ആയിരിക്കണം എപ്പോഴും. എം ജിയും എഫും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു ചാർജ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റും ഈ ഒരു നമ്മുടെ എർത്തില് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്റ്റേഷനറി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഫോഴ്സുകളാണ് നമുക്ക് ആദ്യം തന്നെ ഉള്ളത്. അതാണ് ഒന്ന് എം ജി, താഴേക്കുള്ള ഒരു എം ജി ഫോഴ്സ് ഉണ്ട്. പിന്നെ അടുത്തതാണ് മുകളിലേക്ക് ഒരു ക്യൂ ഫോഴ്സും ഉണ്ട്. ഇതൊന്നും രണ്ടും കൂടി ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആയി കഴിഞ്ഞാൽ സ്റ്റേഷനറി ആണല്ലോ. അതെ, അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു എം ജി എന്ന് കൊടുത്തു. ഇനി ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എൻ ഇ ആണെന്ന് അറിയാം അല്ലെ, അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോ എൻ ഇ ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു എം ജി. നമുക്ക് പിന്നെ എന്താ തന്നിരിക്കുന്നത്? യെസ്, ഇതും തന്നിട്ടുണ്ട് അല്ലെ, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി റോ പറഞ്ഞ മാസ് ബൈ വോളിയം ആണ്. നമുക്ക് റേഡിയസ് വോളിയത്തിൽ നിന്നല്ലേ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോ ഈ ഡെൻസിറ്റി നമുക്ക് വോളിയത്തിന്റെ ടേംസിൽ എഴുതാം. ഓക്കെ, സോറി, മാസിനെ നമുക്ക് ഡെൻസിറ്റിയും അതേപോലെ തന്നെ വോളിയത്തിന്റെ ടേംസിൽ എഴുതാം. അപ്പൊ മാസിനെ നമുക്ക് മാറ്റി എഴുതാം, എം ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വി എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോ എൻ ഇ ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു റോ വി ജി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്താ ചെയ്യാ വെച്ചാൽ വോളിയത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ ജസ്റ്റ് ഇവിടെ സൈഡിൽ എഴുതാം, ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, എൻ ഇ ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു റോ 4/3 പൈ ആർ ക്യൂബ് ജി എന്ന് എഴുതി. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യാ വെച്ചാൽ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു, എൻ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഈ ആറിനെ മാത്രം എവിടേക്ക് നിർത്തണം? ഒറ്റയ്ക്ക് നിർത്തണം. അപ്പൊ ആറ്, അപ്പൊ നമ്മൾ എഴുതി എൻ ഇ ഇ ബൈ ഈ റോയും ജീനും താഴേക്ക് കൊണ്ടുപോയി, പൈനും താഴേക്ക് കൊണ്ടുപോയി. അത് 4/3 ആർ ക്യൂബ് ആണെന്ന് അറിയാം. ഇനി ആർ ക്യൂബ് മാത്രം നമ്മൾ വെച്ചപ്പോ ഇത് രണ്ടുപേരും സ്പ്ലിറ്റ്, അതായത് റെസിപ്രോക്കൽ എടുത്തിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 NEE ബൈ 4 റോ ജി വൈ ഇങ്ങനെ കിട്ടില്ലേ? ഈക്വൽ ടു ആർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആറല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഞാൻ ജസ്റ്റ് മായ്ച്ചു. ഇത് നമ്മൾ മായ്ക്കുന്ന സമയത്ത് ഇങ്ങനെ മായ്ച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 3NE ബൈ 4 റോ ജി ഇൻറ്റു പൈ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ആരൊക്കെ അറിയാം? നമുക്ക് 12 ആണെന്ന് അറിയാം. N 12 ഡ്രോപ്സ് ഉണ്ട്, അതുകൊണ്ട് N ഇസ് ഈക്വൽ ടു 12 ആണെന്ന് അറിയാം. E എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻90 നമ്മുടെ ചാർജ് ഇലക്ട്രോണിന്റെ. പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പറഞ്ഞിട്ട് 2.55 ആണ്. 2.55 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ കൂളംബ്. പിന്നെ മിലിക്കൻ സോളിഡ് ഡ്രോപ്പ് എക്സ്പെരിമെന്റിൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി 1.26 ഗ്രാം പെർ സെന്റിമീറ്റർ. ഇനി ജിയുടെ വാല്യൂ അറിയാം. ജി എന്ന് പറഞ്ഞാൽ 9.8, പൈ അറിയാം 3.14. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? യെസ്, സുഖമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഇങ്ങനെ വെക്കാം. ഇത് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 3 ഇൻറ്റു N പറഞ്ഞാൽ 12 ഇൻറ്റു E പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻90. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ 2.55
ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റോ പറഞ്ഞ 1.26 ഇൻറ്റു 10⁻² എന്ന് കൊടുത്തു, കാരണം അത് സെന്റിമീറ്ററിലാണ്. ഓക്കെ, അത് നമ്മൾ മീറ്റർ ആക്കി. ഇനി ഇൻറ്റു ജി പറഞ്ഞ 9.8, പൈ പറഞ്ഞ 3.14. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ R is equal to നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.981 ഇൻറ്റു 10⁻⁻6 മീറ്റർ. ഇതാണ് എന്ത് നമുക്ക് ഈ ഒരു വാല്യൂ, ഇതാണ് നമുക്ക് വാല്യൂ കിട്ടണത്. എന്ത്? റേഡിയസ് ഓഫ് ഡ്രോപ്പ്. ഇത്രയും. അപ്പോൾ നമുക്കിതിൽ ഫോഴ്സും പിന്നെ അതേപോലെ തന്നെ എം ജിയും കൂടി എന്ത് ചെയ്യാണ്ട് ഇക്വേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, NCERT ക്വസ്റ്റ്യൻസിന്റെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള NCERTത്തെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.